വിശുദ്ധ ഖുർആൻ ഒരു കാര്യം കൃത്യമായി പറഞ്ഞു നമ്മളോട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഒന്നായി പൂർണ്ണമായും ഇസ്ലാമിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റി പോകരുത്, ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾ നന്നായി പോയേക്കുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങളെ ആ നല്ല മാർഗത്തിൽ നിന്ന് തടയാൻ വ്യത്യസ്തങ്ങളായ കാൽവെപ്പുകളും കുതന്ത്രങ്ങളും പ്രലോഭനങ്ങളുമായിട്ട് കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ക്യാമ്പസുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ ചതിക്കുഴിയിൽ വീഴരുതേ. കാരണം എന്തെന്നല്ലേ, വളരെ കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട്, ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന്റെ ശേഷവും, അതേ 3 ദിവസത്തോളം പ്രിയമുള്ള മക്കളെ നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടു ഇസ്ലാമിന്റെ സുന്ദരമായ അഖീദ എന്താണെന്ന്, അതിൻ്റെ ആദർശം എന്താണെന്ന്, അതിൻ്റെ സംസ്കാരം എന്താണെന്ന്, അത് പഠിപ്പിക്കുന്ന കൃത്യമായ നയങ്ങൾ എന്താണെന്ന്, അത് പഠിപ്പിക്കുന്ന വിശുദ്ധിയുടെ മാനദണ്ഡങ്ങൾ എന്താണെന്ന്, അത് പഠിപ്പിക്കുന്ന മാനസിക സംസ്കാരത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിദർശനങ്ങളും അടിസ്ഥാനപരമായ വിഷയങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞോ? ഇത് കിട്ടിയിട്ടും നിങ്ങൾ ഇനിയും നിങ്ങൾ പിഴച്ചു പോകാനാണ് തയ്യാറാകുന്നതെങ്കിൽ ഫഅലമൂ, നിങ്ങൾ അറിയണേ, അന്നല്ലാഹ അസീസുൻ ഹകീം, തീർച്ചയായും അല്ലാഹു ഇസ്സത്തുള്ളവനാണ്, അവൻ നിങ്ങളെ പിടിച്ചു ശിക്ഷിക്കും, അവൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗരവത്തോടെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം. എന്നെ നിയന്ത്രിക്കാൻ ഹോസ്റ്റൽ വാർഡനെയല്ല ഞാൻ പേടിക്കുന്നത്, സ്ഥാപനത്തിൻ്റെ മേധാവിയെ അല്ല ഞാൻ ഭയപ്പെടുന്നത്. ഏത് സമയത്തും ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അള്ളാഹു നിങ്ങളുടെ മേൽ സദാ നിരീക്ഷകനായിട്ടുണ്ട്. ആര് കാണുന്നില്ലെങ്കിലും ആര് കേൾക്കുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബേ, നീ എല്ലാം കാണുന്ന ബസീറാണ്, എല്ലാം കേൾക്കുന്ന സമീആണ്, എല്ലാം അറിയുന്ന അലീമാണ്, എന്തിനും കഴിവുള്ള ഖദീറാണ്. ഏത് സമയത്ത് എൻ്റെ ടെൻഷനുകൾ അകറ്റാൻ വേണ്ടി ഞാൻ നിന്നോട് തേടുമ്പോഴും ഉത്തരം ചെയ്യാൻ കഴിവുള്ള മുജീബായ റബ്ബേ, ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഏത് സമയത്തും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായാൽ നല്ല നിലക്ക് നമുക്ക് മരിക്കുവാൻ പറ്റും.